ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ശരത്ത്. എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ബാംഗ്ലൂരുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരൻ അജിത്ത്, അവൻ്റെ വീടും പാലക്കാട് തന്നെയാണ്. ഈയിടയ്ക്കാണ് അവൻ്റെ കല്യാണം കഴിഞ്ഞത്. ഭാര്യയുടെ പേര് അനു. അനുവിൻ്റെയും എൻ്റെയും കഥയാണ് നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത്. ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കല്യാണത്തിന് പോകാൻ എനിക്ക് പറ്റിയില്ല. അവർ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു. കല്യാണ സമയത്ത് നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് അനുവുമായിട്ട് നേരിട്ട് പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. അജിത്ത് പറഞ്ഞ് എന്നെപ്പറ്റി അനുവിന് നല്ലതുപോലെ അറിയാം. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറും മെസ്സേജ് അയക്കാറൊക്കെയുണ്ട്. അങ്ങനെ ഞാനും അനുവും ഇപ്പോൾ നല്ല കൂട്ടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അജിത്ത് എന്നെ വിളിച്ചു. അവന് നല്ല സന്തോഷത്തിലായിരുന്നു. അവനൊരു അച്ഛനാകാൻ പോകുന്നു. കുട്ടി ഉണ്ടാവുന്ന സമയത്തെങ്കിലും എന്നോട് നാട്ടിൽ വരണം, നമുക്ക് ആഘോഷിക്കാം. അവനെ എന്നും വിളിക്കാറുണ്ട്. അനുവും സംസാരിക്കാറുണ്ട്. അവരുടെ ജീവിതം നല്ല ഹാപ്പി ആയിട്ടാണ് അതുവരെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 2 ദിവസത്തേക്ക് അവൻ്റെ കോളൊന്നും വന്നില്ല. ഞാൻ തിരിച്ചു വിളിച്ചു. അവൻ കോള് എടുത്തുമില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ പിറ്റേ ദിവസം അവൻ വിളിച്ചു. അവൻ ആകെ സങ്കടത്തിലായിരുന്നു. കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചു. അനു ഫുഡൊന്നും കഴിക്കുന്നില്ല, ഇപ്പോൾ ഭയങ്കര ദേഷ്യമാണ് എന്നൊക്കെ അവൻ പറഞ്ഞു. നീ സങ്കടപ്പെടാതെ ഇരിക്ക്, ഞാൻ അനുവിനെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ അനുവിനെ വിളിച്ചു. നീ എന്താണ് ഫുഡ് കഴിക്കാത്തത്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദേഷ്യം? അവന് നല്ല സങ്കടമാണ്. എൻ്റെ സങ്കടം കാണാനും കേൾക്കാനും എനിക്ക് ആരുമില്ല. എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും എന്ന് പറഞ്ഞ് അനു വിഷമിക്കാൻ തുടങ്ങി. ചേട്ടൻ എന്തറിഞ്ഞിട്ടാ കൂട്ടുകാരനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്നൊക്കെ അനു പറഞ്ഞു. കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി. അനു എന്ത് പ്രശ്നമാണെങ്കിലും എന്നോട് പറ, ഞാൻ അവനോട് പറഞ്ഞ് എല്ലാം ശരിയാക്കാം. ചേട്ടനോട് ആയതുകൊണ്ട് ഞാൻ പറയാം. അജിത്തിന് കുറച്ച് മുമ്പ് വരെ എന്നോട് നല്ല സ്നേഹമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ കുറേ നേരം അത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വിശേഷം ആയപ്പോൾ എനിക്ക് ഒന്നും ചെയ്ത് തരുന്നില്ല. ആൾക്ക് തോന്നുമ്പോൾ സ്വയം ചെയ്ത് സന്തോഷിക്കും. കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് കാര്യം. അവൻ പഴം കഴിക്കാൻ അവൾക്ക് കൊടുക്കുന്നുമില്ല. അനുവിന് ഒന്നും ചെയ്ത് കൊടുക്കുന്നുമില്ല. അനു വിഷമിക്കണ്ട, ഞാൻ അവനെ വിളിച്ച് എല്ലാം സംസാരിച്ച് ഓക്കെയാക്കാം എന്ന് പറഞ്ഞ് ഫോണ് വെച്ചു. അങ്ങനെ കൂട്ടുകാരനെ വിളിച്ച് എല്ലാം പറഞ്ഞ് അവൻ്റെ തെറ്റിദ്ധാരണകൾ എല്ലാം മാറ്റി. അവരുടെ ജീവിതം ഇപ്പോൾ വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് കമ്പനിയിൽ നിന്നും 1 മാസത്തെ ലീവ് കിട്ടുന്നത്. അവരുടെ കൊച്ചിനിപ്പോൾ 6 മാസം പ്രായമായി. ഞാൻ അങ്ങനെ നാട്ടിലെത്തി. 2 ദിവസം വീട്ടിൽ നിന്നു. അതിൻ്റെ പിറ്റേ ദിവസം കൂട്ടുകാരൻ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം 6 മണിയായപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി. അവൻ കാര്യമായിട്ട് തന്നെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. അന്നാണ് ഞാൻ അനുവിനെ നേരിൽ കാണുന്നത്. മുമ്പിലെയും ബൈക്കിലെയും വലിപ്പം കണ്ടപ്പോൾ തന്നെ മോൻ ഉണർന്നു. ഞാനും കൂട്ടുകാരനും ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഭക്ഷണവും വെള്ളവും എല്ലാം കഴിച്ചു. സമയം 10 മണിയായി. അവൻ സോഫയിൽ കിടന്ന് നല്ല ഉറക്കം. ഞാൻ വിളിച്ചിട്ട് എണീക്കുന്നില്ല. അവിടെ ഒരു റൂമേ ഉള്ളൂ. അവിടെ അനുവും കൊച്ചും കിടക്കുകയാണ്. ഞാനും ഹാളിൽ തന്നെ കിടക്കാം, ഇനി വീട്ടിലേക്ക് പോവാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഒരു പായെടുക്കാൻ ഞാൻ ആ റൂമിലേക്ക് പോയി. റൂമിൽ ചെറിയൊരു മങ്ങിയ വെട്ടം മാത്രമേ ഉള്ളൂ. കൊച്ച് തൊട്ടിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അനുവും നല്ല ഉറക്കമാണ്. ലൈറ്റിട്ട് ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ കട്ടിലിൻ്റെ സൈഡിലായി പായ ഇരിപ്പുണ്ട്. അതെടുക്കാൻ ഞാൻ കുനിഞ്ഞതും കാല് തെന്നി കട്ടിലിലേക്ക് വീണു. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? ശരത്തേട്ടൻ പോയോ എന്ന് അനു ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അനു പഴം കയ്യിലെടുത്തു. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനായി മാറി.